ഇന്ന് എൻ്റെ വീട്ടിലെ ദുര്യൻ്റെ വിശേഷങ്ങളാണ്. ഇതാണ് ദുര്യൻ പ്ലാന്റ്. എനിക്ക് കുറേ അധികം ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ പഴങ്ങളുടെ രാജാവെന്ന് പറയും. ദുര്യൻ ഫ്രൂട്ട് നമ്മുടെ യൗവനം നിലനിർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് തെക്കേ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ മലേഷ്യ, തായ്ലൻഡ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കൃഷി ചെയ്തത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന. ഇത് നമ്മുടെ യൗവനം നിലനിർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഫ്രൂട്ട് ഉപയോഗിച്ചു വരുന്നു. അതുപോലെ വന്ധ്യതയ്ക്ക് ഒരു പരിഹാരമാർഗമായിട്ട് ഈ ഫ്രൂട്ടാണ് ഉപയോഗിക്കുന്നത്. വന്ധ്യതയ്ക്കൊരു പരിഹാരമാർഗം എന്ന് പറയുന്നത് നമ്മുടെ ബീജത്തിൻ്റെ അണ്ടത്തിൻ്റെയൊക്കെ കൗണ്ട് കൂട്ടാനായിട്ട് ഈ പഴം ഉപയോഗിച്ചു വരുന്നു. ഇതിന്ന് കേരളത്തിൽ ലഭ്യമാവുന്നത് ലുലു മാളുകളിൽ ഈ ഫ്രൂട്ട്, തായ്ലൻഡിൽ നിന്നുള്ള ഫ്രൂട്ട് ലഭ്യമാണ്. ഇത് ഒരുപാട് വെറൈറ്റി ദുര്യൻ നമ്മുടെ മാർക്കറ്റിലുണ്ട് കേട്ടോ. ഇത് മുസാങ്കിങ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു മുന്തിയ ഇനമാണ്. ഇതിന് പഴങ്ങളുടെ രാജാവ് എന്ന് കൂടി പറയപ്പെടും. ഈ ഫ്രൂട്ട് നമുക്കൊരു ജൂണോട് കൂടി ഇത് മൂത്ത് പാകമാവും. അപ്പോൾ ഇതാണ്. അതുപോലെ തന്നെ ഒരു വയാഗ്രയായിട്ടും നമ്മുടെ ഈ ഫ്രൂട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് നമ്മുടെ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് കാച്ച ദുര്യനാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രൂട്ട് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, നമ്മളിത് കൊറിയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ദുര്യൻ്റെ വിശേഷങ്ങൾ. എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് കാച്ച മുസാങ്കിങ് എന്ന് പറയുന്ന ദുര്യനിലെ ഏറ്റവും മുന്തിയ ഇനം. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.